മൂന്നാം തവണയും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ നബി മറുപടി നൽകി, നിന്റെ ഉമ്മ. അപ്പോൾ 1 ഉമ്മ, 2 ഉമ്മ, 3 ഉമ്മുക്ക എന്ന് തന്നെയാണ് പ്രവാചകർ പറഞ്ഞത്. അല്ലാണ്ട് 1 തങ്ങള്, 2 ഉസ്തു, 3 മുക്രി, 4 മൊല്ല അല്ല. അവർ ജോലിയാണ് ചെയ്യുന്നത്. ദുആ ചെയ്താൽ കൂലി വേണം, കുട്ടികളെ പഠിപ്പിച്ചാൽ കൂലി വേണം, ബാങ്ക് കൊടുത്താൽ കൂലി വേണം, ഖുതുബ ചൊല്ലിയാൽ കൂലി വേണം. അത് ഏത് വിഭാഗത്തിലാണെങ്കിലും അവർ ജോലിയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയടിപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മയ്ക്ക് പ്രത്യേകത വരുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് പ്രത്യേകത, അത് ഉമ്മ ഞാൻ ബഹുമാനിക്കണമെന്ന്. എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കണം. ഞാനൊരു മകനായിരിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യണം, അത് എൻ്റെ ഒരു കടമയാണ്. പക്ഷെ എൻ്റെ ഉമ്മാക്ക്, ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷെ തങ്ങന്മാർ അങ്ങനെ നിർത്ത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇയാളൊരു ഹുദവിയാണ് എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. പേര് മറന്നുപോയി. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ മനുഷ്യൻ പറയുന്നത് വിവരക്കേടാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാം. ഇസ്ലാം ഉമ്മയ്ക്ക് വളരെയേറെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. വായിച്ച് പഠിക്കുക ഉദവി. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവിനുള്ള പ്രാധാന്യം, സ്ഥാനം എത്രത്തോളമുണ്ട് എന്ന് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും ഇസ്ലാം എങ്ങനെയാണ് മാതാവിനെ പരിഗണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു മൃഗമാവട്ടെ, ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മാതാവിന് ആ കുഞ്ഞിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ആ കുഞ്ഞിന് ആ മാതാവിനോടുള്ള സ്നേഹം, അത് അവർണ്ണനീയമാണ് എന്നൊക്കെയുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് പറയാൻ കഴിയുക. നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു പൂച്ച പ്രസവിക്കുക, പെറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മുറലുണ്ട്. ആ കുട്ടിയെ എടുക്കുവാനോ ഉപദ്രവിക്കുവാനാണ് എന്ന് കരുതിയിട്ട് നമ്മെ മാന്താനും കടിക്കാനും വരും. ഒരു പട്ടിയാണെങ്കിലും അതുപോലെയൊക്കെ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്. ഇനി മാതാവ് എന്നുള്ളത് മനുഷ്യരിലേക്ക് വരാം. നമുക്ക് ഒരു ഉമ്മ തൻ്റെ ഇണയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പുരുഷന്റെ ബീജം ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് തെറിച്ച് വീഴുന്ന സമയം മുതൽ ആ ഉമ്മയുടെ ശരീരം ഒരു കുഞ്ഞിനെ പേറുവാൻ, ഒരു കുഞ്ഞിനെ താങ്ങി നടക്കുവാൻ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബീജത്തുള്ളി ഒരു രക്തകണവും, ആ രക്തകണം ഭ്രൂണത്തിന് മജ്ജയും മാംസവും തൊലിയും അതുപോലെ അവയവങ്ങളെല്ലാം വന്ന് 9 മാസവും 9 ദിവസവും അല്പസമയവും കഴിഞ്ഞ് അതികഠിനമായ വേദനയോടെ ആ ഉമ്മ പ്രസവിച്ചിടുന്നു. എത്ര ഉറക്കളച്ചിട്ടുണ്ടാകും, എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും, എത്ര സാധാരണ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നോ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ വേദനയെല്ലാം സഹിച്ച ആ ഉമ്മ നമ്മെ പ്രസവിച്ചിട്ട് അതിനുശേഷം എത്ര മാസങ്ങളാണ്, എത്ര വർഷമാണ്, ചുരുങ്ങിയത് 2 വർഷം എല്ലാവരുടെ മക്കൾക്കും മുലപ്പാൽ നൽകുന്നില്ലേ? അവർ കഴിക്കുന്ന ഭക്ഷണം അത് രക്തത്തിൻ്റെ ഘടനമാറ്റമായ മുലപ്പാലായിക്കൊണ്ട് അവർ നൽകുന്നു. അതോടൊപ്പം ആ കുഞ്ഞൊന്ന് കരയുമ്പോൾ അവരുടെ ഉറക്കം പോകുന്നു. ആ കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജനം ആ ഉമ്മയുടെ ദേഹത്താണ്. അതുപോലെ എന്തെല്ലാം ത്യാഗങ്ങൾ, വേദനകൾ സഹിച്ചുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓരോ ഉമ്മമാരും എത്ര കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഉമ്മയ്ക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രകൃതിയിൽ ഉമ്മയ്ക്ക് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം സ്വയബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും ഉമ്മയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഖുർആൻ എന്താണ് പറയുന്നത്, ഹദീസ് എന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കാം. അതിനു മുമ്പ് ഇയാൾ പറയുന്ന വിവരക്കേടുകൾ കുറച്ചുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എൻ്റെ വാക്കുകളും പ്രയോഗങ്ങളും അത്ര സുഖം ഉണ്ടാവില്ല. കാര്യം ഒരു സാധാരണക്കാരൻ പറഞ്ഞതല്ല. എൽമിൻ്റെ വേദികളിൽ 10,000ങ്ങളും ബത്തയും ഡീസൽ പൈസയും റൂം വാടകയും ഒക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണവും ഓർഡർ ചെയ്യുകയും അത് നല്ലോണം വാരി തിന്നുകയും ചെയ്ത് ഈ ആളുകളുടെ മുമ്പിൽ വേദിയിൽ നിന്നുകൊണ്ട് പറയുന്ന വിവരക്കേടുകളാണിത്. ഇതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇസ്ലാമുമായിട്ട് ബന്ധമല്ലെങ്കിൽ ഈ പറയപ്പെട്ട വ്യക്തിത്വങ്ങൾ ആ തലയെക്കെട്ട് അയച്ചിട്ട് വായത്തിരിക്കും മിണ്ടാതിരിക്കല്ലേ വേണ്ടേ? ഇത് മറ്റുള്ള ആളുകളും കേൾക്കുന്നില്ലേ, വീക്ഷിക്കുന്നില്ലേ? ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? മനുഷ്യ, ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ? എന്ത് ചോദ്യമല്ലേ? ചാത്തനെന്ത് മയസറ. ഒരു കാര്യം പറയാൻ മറന്നു, ഉമ്മക്കൊരു പ്രത്യേകതയില്ല, തങ്ങൾക്കാണ് പ്രത്യേകത. ഏത് തങ്ങൾക്കാ പ്രത്യേകത?
ഞാൻ പ്രത്യേകത എന്താന്ന് കേട്ടോളി നിങ്ങൾ പറ. തങ്ങന്മാർ പ്രത്യേകതയുള്ളവരാണ്. അവർ ജന്മന ബറക്കത്തുള്ള ആളുകളാണ്. ജന്മനാ ബർക്കത്ത് എന്നുള്ളൊരു സംഭവം ആർക്കാണ് മനുഷ്യ അങ്ങനെ ഒരു സംഭവം ഉള്ളത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോളോട് പറഞ്ഞത്, മോളെ ഫാത്തിമ, നീ നിന്റെ ശരീരത്തെ നരകത്ത് തൊട്ട് കാത്തോന്ന, അല്ലാണ്ട് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് അന്ന അല്ല വെറുതെ വിടുമൊന്നുമില്ല എന്നാ. നിസ്കരിച്ചോ, നോമ്പ് പോലിട്ടോ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചോ, വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഷിർക്ക് ജീവിതത്തിൽ ഇല്ലാതെ അല്ലേ ജീവിച്ചോ എന്നാ പറയണേ. അല്ലാതെ എൻ്റെ മകളെ എന്തോ വേണമെങ്കിലും കാട്ടിക്കോ, തോന്നിയ പോലെ നടന്നോ, നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ മൊയ്ലിയാരെ? ഇല്ല. അങ്ങനെ ജന്മം കൊണ്ടൊരു പ്രത്യേകത ഇല്ല. അപ്പോൾ തങ്ങന്മാർ അവർ നല്ല ചെയ്ത് അവർ രക്ഷപ്പെട്ടു, അവർ തെറ്റ് ചെയ്ത് അവരും പോയിട്ട് നാളെ നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അല്ല പറഞ്ഞാണ്. സംശയമുണ്ടോ? പ്രവാചകരെ ഇതാ കണ്ടോളിയും, പ്രവാചകരെ നിങ്ങളിൽ ഷിർക്ക് സംഭവിച്ചാലും നിങ്ങളുടെ അമലുകളും പൊളിഞ്ഞു പോകും. വായിക്കാൻ സമയമല്ല, വായിച്ചോളിയിട്ടില്ലേ? പറയാം മൊയ്ലിയരെ. ആളുകളാണ്. അവരുടെ രക്തത്തിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ രക്തമാണ് അവിടെ ഒഴുകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണവർ. ഒരു മിനിറ്റ്, ഈ റസൂലുള്ളാന്റെ രക്തം തന്നെയല്ലായിരുന്നു അബൂലഹബിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് അല്ലേ? നൂഹ് നബിയുടെ രക്തം തന്നെയല്ലായിരുന്നു നൂഹ് നബിയുടെ മകനിലുണ്ടായിരുന്നത്? ഈ എന്ത് കോച്ചറായിത്തരൊക്കെയാണ് ഈ പറയുന്നത്? രക്തത്തിന് എന്ത് പ്രത്യേകതയാണ് ഇവിടെ? രക്തം മനുഷ്യരുടെ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ കൽബ്, ഇതിൻ്റെ ഉള്ള് ശുദ്ധാണം, വെളുക്കണം. അല്ലാണ്ട് ഒരു കാര്യമല്ല. ആരെ മകനായിട്ടും കാര്യമില്ല, ആരെ വാപ്പയായിട്ടും വാപ്പാൻ്റെ വാപ്പയായിട്ടും കാര്യമില്ല. ഇല്ലേ? പറ. നമ്മുടെ ഭാര്യ ഉമ്മയാണ്, പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, നീ ചെയ്യുന്ന പറഞ്ഞിട്ട്. നമ്മുടെ ഭാര്യ ഉമ്മയാണ്. ആരെ? നമ്മുടെ മക്കളെ ഉമ്മയാണ്. അതിനെന്താണ്? നമ്മുടെ ഭാര്യയെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് നമ്മളെ മക്കള് പ്രാപ്തിയെത്തി അവർ വലിയ ബിസിനസ്സുകാരൊക്കെ ആയി അവരൊരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ, എൻ്റെ പ്രിയ സുഹൃത്ത് മൊയ്തുക്ക ഹയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നമ്മൾ 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് സ്ഥാപനം ഉദ്ഘാടനം കഴിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉമ്മ നല്ല പ്രായമായ, എൻ്റെ കയ്യിൽ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടത് കാരണം ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ മണ്ണാർക്കാട് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ആയിരുന്നു. മൊയ്തുക്ക പുതിയൊരു സ്ഥാപനം കൂടി അതെ തുറന്നു. ഇന്ന് രാവിലെ തുറന്നു. ഇത് എത്രാമത്തെ സ്ഥാപനമാണ്? ഇത് നമ്മുടെ നാട്ടിലത്തെ 3-ാമത്തെ സ്ഥാപനമാണ്. മൊത്തത്തില് 6 കച്ചവടം ഉണ്ട് എനിക്ക്. 6 കച്ചവടങ്ങൾ. അപ്പൊ 6-ാമത്തെ സ്ഥാപനമാണ് തുറന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്റർ എനിക്ക് ഇന്നലെ കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ ഒരു പുതുമയും ഒക്കെ തോന്നി എനിക്കതില്. ഒന്നാമത് പോസ്റ്ററിൽ കണ്ടത് ഉദ്ഘാടനം എൻ്റെ ഉമ്മ എന്നാണ്. ഇത്രയും വലിയൊരു സ്ഥാപനം ഉദ്ഘാടനം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇതിനേക്കാൾ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും വലിയ വലിയ സെലിബ്രിറ്റികൾ വന്നിട്ടാണ് ഉദ്ഘാടനം കഴിക്കാറുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഉമ്മയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിപ്പിച്ച? അതിന്റെ ഒരു രൂപം ഒന്ന്, ഞാൻ ഖുർആൻ അറിഞ്ഞ് പഠിക്കുന്ന ഒരാളാണ്. അള്ള കൽപ്പിച്ചു, റസൂല് പഠിപ്പിച്ചു കുടുംബ ബന്ധങ്ങളെ മാനിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ പരിഗണിച്ചാൽ എൻ്റെ മക്കൾ ഒരുപക്ഷെ എൻ്റെ ഭാര്യനെ അതേമാതിരി പരിഗണിച്ചു എന്ന് വരാം. രണ്ടാമത് പറഞ്ഞാൽ എൻ്റെ കച്ചവടത്തിൻ്റെ ആദ്യ വിൽപ്പന നടത്തിയത് എൻ്റെ അമ്മായിയാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്ന് പോകും. 3-4 ദിവസമൊക്കെ താമസിച്ചാൽ തിരിച്ചു പോവുക. അപ്പോൾ എൻ്റെ പെങ്ങന്മാരെ എൻ്റെ മക്കൾ പരിഗണിക്കണമെങ്കിലും ഞാനിങ്ങനെ ചെയ്യണം. അവർ ചെയ്യൂലേ അത് വേറെ വിഷയമാണ്. പക്ഷേ എൻ്റെ തൃപ്തി, അള്ളാഹിനോടുള്ള ബാധ്യത, റസൂൽ ചര്യ പിൻപറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാനിങ്ങനെ ചെയ്യണം. കുടുംബ ബന്ധങ്ങളെ മാനിക്കണമെന്ന് ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞു, റസൂല് പഠിപ്പിച്ചു. അത് പിന്തുടരണമെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കാലത്ത് വന്ധ്യവയോധികയായ മാതാവ് വന്നിട്ടാണ് ആ സ്ഥാപനം ഉദ്ഘാടനം കഴിച്ചത്. ഒരു ബർക്കത്ത് കുറവുമില്ല അവിടെ കച്ചവടത്തിന് ഒരു കുറവുമില്ലാന്ന്. ഇല്ലെങ്കിൽ മൊയ്തുക്കാനെയും കൊണ്ട് നമുക്കതൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യിപ്പിക്കാം. ഇയാളുടെ ഈ വിവരക്കേട് മൊയ്തുക്ക് അതിന് മറുപടി തരും. ഖുർആനുമായിട്ട് ബന്ധമുള്ള മൊയ്തുക്ക ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നായിട്ട് അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പറഞ്ഞോ. നീ ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ്. മക്കൾക്ക് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, മക്കൾ ഭാര്യ റെസ്പെക്ട്. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയണത്? മക്കളാണ്, ഭാര്യനെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. എന്താണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച? ഇസ്ലാമിൽ ഇന്ന ആളെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടോ, ഏതെങ്കിലും ഹദീസിലുണ്ടോ? ബർക്കത്ത് അള്ളയിൽ നിന്നുള്ളതാണ്. ആര് ഉദ്ഘാടനം കഴിച്ചാലും, ആര് ഉദ്ഘാടനം ചെയ്താലും, ഇനി ഏത് തങ്ങളായാലും വേണ്ട, ഇണ്ണിമക്കണ്ണായാലും വേണ്ടില്ല, വേറെന്തായാലും വേണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറയൂട്ടില്ലേ? ഒന്നും തോന്നരുത് എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവിടെ ഒന്നും എവിടെ ഇല്ല.
ഉമ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബർക്കത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം അത് എൽമിന്റെ വേദിയിൽ പറയുമ്പോൾ എന്നെ പോലെയുള്ള ഈ സാധുക്കളെ തിരുത്തും. അഭിപ്രായം അത് അവിടെ വെച്ചോ. പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു, സ്വഹിയായ ഹദീസ് എന്ത് പറയുന്നു, ആ തലയിൽ കെട്ടിയിട്ടില്ലേ, അതും കെട്ടിയിട്ട് എൽമിന്റെ വേദിയിൽ നിന്നിട്ട് വയലു അറിയാമെന്നും പറഞ്ഞിട്ട് പറയുമ്പോൾ നാനാജാതി ജനങ്ങള് മറ്റു ഇതര മത ആദർശത്തിലുള്ള വിശ്വാസത്തിലുള്ള ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ട് അല്ലേ. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് വിവരക്കേടും പറഞ്ഞു നടക്കുമ്പോൾ അത് തിരുത്തും. തൻ്റെ അഭിപ്രായം തൻ്റെ പോക്കറ്റിലിട്ടാൽ മതി, 4 മടക്കിക്കോ, അണ്ടർവെയറിൻ്റെ പോക്കറ്റിലിട്ടോ. പറയാം. ഏതെങ്കിലും ഉമ്മ കുറ്റിയടിച്ചുകൊണ്ട് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് സയ്യിദന്മാരാണ്. വീട് കുടിയിരിക്കേണ്ടത് തുറക്കേണ്ടത് ഉസ്താദുമാരാണ്. ഏത് ഉസ്താദ്? ഉസ്താദന്മാർക്ക് പള്ളിയിൽ ഉസ്താദാണ് ശമ്പളം കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുക, ഇമാമത്തിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കരുത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സയ്യിദന്മാരാണ്, ഉസ്താദന്മാരാണ് വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത്, സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് ആയത്ത് കൊണ്ട്, ഏത് ഹദീസ് കൊണ്ട്, ഏത് പണ്ഡിതൻ്റെ ഉദ്ധരണി കൊണ്ടാണ് താങ്കൾ ഈ പാട്ട് പാടുന്നത്, കോതയ്ക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? വിവരക്കേട് പറയുമ്പോൾ അറിവില്ലാത്ത പാവങ്ങൾ അവർ മറുപടി നൽകാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. നിങ്ങൾ പറയുന്ന വിവരക്കേടുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. പ്രിയമുള്ളവരെ, സമയം ഉണ്ടിച്ചെങ്കിൽ നിൽക്കുക. ഇയാൾക്കറിയാത്ത ഖുർആനായത്തും ഇയാൾക്കറിയാത്ത അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസുകളും ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പറ. അത് തങ്ങളാണ്, കുറ്റടിക്കേണ്ടത് തങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ഉഹ്റവിയായ ആലിമ്യങ്ങൾ. എന്ത് ഉഹ്റവി? എന്ത് ഉഹ്റവി? അവനവൻ്റെ തൊഴിലായിട്ട് മുസ്ലിയാർ പണിയും സ്വീകരിച്ചിട്ട് എന്നിട്ട് വെള്ളിയും ഇട്ടിട്ട് വെള്ള തലീകെട്ടും കെട്ടിയിട്ട് ഇത് തലീകെട്ടിന് കുറ്റം പറയുന്നല്ല. അവർ ജോലിയാണ് ചെയ്യണത്. ദുആ ചെയ്താൽ കൂലി വേണം, കുട്ടികളെ പഠിപ്പിച്ചാൽ കൂലി വേണം, ബാങ്ക് കൊടുത്താൽ കൂലി വേണം, ഖുതുബ ഇല്ലാൽ കൂലി വേണം. അത് ഏത് വിഭാഗത്തിലാണെങ്കിലും അവർ ജോലിയാണ് ചെയ്യണത്. അവരെ വലിയ ഉഹ്റവി ആക്കിയിട്ട് മുണ്ടംപൊരി ആക്കണ്ട. പിന്നെ ഇതിങ്ങനെ പറയാൻ കാരണം എന്തറിയോ? ഒരു മുസ്ലിയാരാണ്, അല്ലെങ്കിൽ ഒരു തങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഹോജയാണ്, ഒരു ഖാജയാണ്, ഒരു എന്തെങ്കിലും ആണെങ്കിൽ അതിന് എന്താണ് തെളിവുള്ളത്? അള്ളാൻ്റെ റസൂൽ എത്ര വീടാണ് ഉദ്ഘാടനം ചെയ്തത്? അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൽ പ്രധാനികളായ ഖുലഫാഉർ റാഷിദീങ്ങൾ അവരെത്ര വീടാണ് ഉദ്ഘാടനം ചെയ്തത്? എത്ര സ്വഹാബി വര്യന്മാരുണ്ടായിരുന്നു? അവരെത്ര വീടാണ് ഉദ്ഘാടനം ചെയ്തത്? എന്തും തുടങ്ങണമെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞ പ്രവാചകന് എന്തേ ഇത് ഇങ്ങനെ ഒന്ന് പഠിപ്പിച്ചു തരാറുന്നത്? നിങ്ങൾക്ക് മൊയ്ലിയമാർക്ക് പൈസ ഉണ്ടാക്കാൻ ഇതാ നീ പറയുന്നുണ്ട്, കേട്ടോളി. ഇതിങ്ങനെ പറയും. ഉഹ്റവിയായ ആലിമ്യങ്ങൾ ബർക്കത്തുള്ളവരാണ്. തങ്ങന്മാരൊക്കെ കൂടിയിരിക്കുമ്പോൾ ഉമ്മാനെ അടുത്തിരുത്തിച്ചോളി, ഉമ്മാനെ പരിഗണിക്കണം. തങ്ങന്മാർ കൂടിയിരിക്കുമ്പോൾ ഉമ്മാനെ അടുത്തിരുത്താം. മടിയിലിരുത്തിയാലോ? എന്തൊക്കെയാണ് മൊയ്ലിയാരെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്തവുമില്ല, ഒരു കുന്തവുമില്ല എന്ന് മറ്റയാൾ പറഞ്ഞില്ലേ? എനിക്കൊന്നും തിരിയുന്നില്ല. എനിക്കിപ്പോൾ അന്തം പോയി. 2 വർഷമൊക്കെ കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ ഇത് തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിൻ്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. അല്ല, തങ്ങന്മാർക്ക് എന്തിനാ അങ്ങനെ പൈസ കൊടുക്കുന്നത്? അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് അവരുടെ ഉപജീവനം തെണ്ടിച്ച് തന്നെയായിരുന്നു. ഇതിങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിനിപ്പോൾ ആരെന്ത് കരുതിയിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പറയേണ്ടത് പറയും, ഇൻഷാ അല്ലാഹ്. ഇത് അഹങ്കാരമല്ല. ഇതുപോലെ വിവരക്കേട് പറയുന്ന മൊയന്തുകളെ കാണുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പറയാം. ഇപ്പോൾ തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോൾ ഉമ്മാനോടുള്ള സ്നേഹം നാട്ടുകാർ കാണുകയും ചെയ്തെന്ന പൈസ കൊടുക്കണ്ട. എവിടുന്ന ഇയാളൊക്കെ നീച്ചു തരുന്നത്? തങ്ങളെ വിളിച്ച് 10,000 കൊടുക്കണ്ടേ? എന്തിന് 10,000 കൊടുക്കണത്? ഏത് തങ്ങൾക്കാണ് 10,000 കൊടുക്കുന്നത്? നമ്മളൊരു സ്ഥാപനം ഉദ്ഘാടനം കഴിക്കുന്നു, അത് പല ആളുകളും ബിസിനസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല സെലിബ്രിറ്റിനെ കൊണ്ടും ഉദ്ഘാടനം കഴിപ്പിക്കാറുണ്ട്. തങ്ങളാവും, ചിലപ്പോൾ ഹണി റോസാവും, വലിയ വർക്കത്തല്ലേ. അതേപോലെ മറ്റു പലരും ആയിരിക്കാം. ഇപ്പോൾ തൊപ്പിയാണ് ഉദ്ഘാടനം കഴിക്കുന്നത്. തൊപ്പി അതുപോലെ ആറാട്ടനൊക്കെ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട്. കഥല്ല ബ്രോ. പറ. അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷേ മക്കൾ ഉമ്മാനെ റെസ്പെക്ട് ചെയ്യണം. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തുണ്ടാവുള്ളൂ. അതന്നെയല്ലേ ഈ ചെയ്യണത്? ഏതെങ്കിലും ഒരു സാധു അവൻ്റെ മാതാവിൻ്റെ സന്തോഷവും പൊരുത്തവും ആഗ്രഹിച്ചിട്ട് അവൻ തെണ്ടിച്ചുണ്ടാക്കിയ സ്ഥാപനം ഉദ്ഘാടിച്ചാൽ എന്താണ് കുഴപ്പം? നേരത്തെ മൊയ്തുക്കാൻ്റെ കാര്യം പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഉമ്മയാണെങ്കിൽ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ ഇയാൾക്ക് എന്ത് കുരുപൊട്ടലാണിത്? മുരിക്ക് മരത്ത് കയറിക്കോ. വെള്ളാപ്പള്ളിനോട് പറഞ്ഞതന്നെ പറയാനുള്ളത്, അണ്ടർവെയർ ഊരിട്ടിട്ട് മുരിക്കുമ്പോൾ കയറി ഉരിച്ചിക്കോ ചോട്ടിക്ക്. ഇതിങ്ങനെ പറയണത് തങ്ങളെ കൊണ്ട് ഉസ്താദിനെ കൊണ്ട് ഉസ്തിക്ക എന്നുള്ളത് അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഉമ്മാനെയും കൊണ്ട് അതും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഒരാൾ ഉമ്മാനെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തെറ്റാണെന്ന് പറയണ്ട. പിന്നെ അയാളുടെ അഭിപ്രായം അതിനിവിടെ ഒരു വിലയില്ല.
എൽമിൻ്റെ വേദിയിൽ ഇതൊരു വയലാണെന്ന് കരുതിയിട്ട് പല ആളുകളും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല എന്നുള്ളത് പറയണം, വ്യക്തമാക്കണം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോ നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് അവസാനിക്കും. മാതാപിതാക്കളുടെ കോപമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെയും കോപമുണ്ടാകും. അപ്പോൾ മാതാവിനെ റെസ്പെക്റ്റ് ചെയ്യുക, മാതാവിനെ ബഹുമാനിക്കുക എന്നതിനപ്പുറം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, കുറ്റടിപ്പിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെതായ അർഹരായ ആളുകൾ ഉണ്ടാവണം. ഇപ്പോൾ മയ്യിത്ത് നിസ്കരിക്കും. പലപ്പോഴും ഉപ്പ മരിച്ചാൽ മക്കൾ നിസ്കരിക്കാം. മക്കൾക്ക് ഖുർആൻ്റെ അർത്ഥമൊക്കെ അറിയുന്ന, ദുആൻ്റെ അർത്ഥമൊക്കെ അറിയുന്ന മക്കളൊക്കെ ആണെങ്കിൽ മയ്യത്ത് നിസ്കരിക്കുന്നത് മൊയ്ലിയർ തന്നെ. ആക്കെ അവിടെ നിൽക്കട്ടെ. മയ്യത്ത് നിസ്കരിക്കലൊക്കെ പഠിച്ചോളി. എൻ്റെ മുൻപുള്ള വീഡിയോകളിലൊക്കെ പലതവണ പറഞ്ഞതാണ്. മൊയ്ലിയർ പണിക്കും വന്ന ആളുകൾ, അതായത് മൊയ്ലിയർ ജോലിക്ക് വന്ന ആളുകളല്ല അതൊന്നും ചെയ്യേണ്ടത്. അവനാൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും അവനാൻ്റെ ഉറ്റവരെയും ഉടയവരെയൊക്കെ ആ മയ്യത്ത് നിസ്കാരത്തിൽ നമുക്കുണ്ടാവുന്ന അത്രയും ആ ഒരു ഇതൊന്നും അല്ലേ. മയ്യത്ത് നിസ്കാരം ഏറ്റവും വലിയ ദുആയാണ്. അത് ആരെങ്കിലും കൂലിക്ക് വന്നിട്ട് ചെയ്യുന്നതിന് ചെയ്യിപ്പിക്കേണ്ടതൊന്നുമല്ല. ചെയ്യിപ്പിക്കുന്നവർ ചെയ്യിപ്പിച്ചോ. എന്നാൽ സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒക്കെ നിന്ന് നിസ്കരിക്കുവാനുള്ള അതിനുള്ള അറിവെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഒരു ഉമ്മയെ കൊണ്ട് അയാളുടെ വീട് തുറപ്പിക്കുകയോ അയാളുടെ ഒരു സ്ഥാപനം തുറപ്പിക്കുകയോ ചെയ്താൽ എന്താണ് ഇത്ര പ്രശ്നം? അത് അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ടോ? അതുമില്ല. ഏതെങ്കിലും തങ്ങളെയോ ഉസ്താക്കന്മാരെ ഉസ്തിക്കലോ അതുണ്ടോ? അതുമില്ല. പിന്നെ ഇപ്പം എന്താണ് ഉമ്മാനെയും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ? അല്ല വാപ്പയാണെങ്കിലോ വാപ്പാനെയും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്താ? അത് ആയിരിക്കും വലിയ ഖൈറ്. ഇനി നമുക്ക് ഇയാൾക്ക് അറിയാത്ത, ഇയാൾ കുറേ പഠിക്കുകയൊക്കെ ചെയ്തല്ലോ, പക്ഷേ ഖുർആനും ഹദീസും പഠിച്ചില്ല. അതിലാണ് ഇയാൾക്ക് ഫാൾട്ട് വന്നത് എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. പരിശുദ്ധ ഖുർആന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് വളരെ വ്യക്തമായിക്കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് 2-3 ആയത്ത് നോക്കാം. സൂറത്ത് ഇസ്രായിലെ 23-24 ആയത്തുകളിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. സൂറത്ത് അൽ ഇസ്രാ അതിൽ 23-24 നോക്കുന്നതിന് മുമ്പ് 22 നമുക്ക് നോക്കി നോക്കുക. 17-ാം അധ്യായം 22-ാം വചനത്തിൽ പറയുന്നു, അള്ളാഹുവോടൊപ്പം മറ്റൊരാരാധനയും നീ സ്ഥാപിക്കരുത്, എങ്കിൽ അപമാനിതനും കയ്യൊഴിക്കപ്പെട്ടവനുമായി നീ ഇരിക്കേണ്ടി വരും. അതൊക്കെയല്ലേ മൊയ്ലിയരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഉമ്മാനെയാണോ കുറ്റം പറയേണ്ടത്? 23 എന്താ നോക്കുക. സൂറത്ത് അൽ ഇസ്രാ 17-ാം അധ്യായം 23-ാമത്തെ ആയത്ത് എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ പ്രിയമുള്ളവരെ. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും അത് അള്ളാഹ്ക്കുള്ള കാര്യം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അത് വിധിയാണ്. വിധിവിലക്ക് എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോകാൻ മൊയ്ലിയരെ. എന്നിട്ട് മതി ഈ വിവരം കെട്ട വയലു പറയലേ. അത് കഴിഞ്ഞിട്ടോ അവരിൽ, അതായത് മാതാപിതാക്കളിൽ ഒരാളോ അവർ 2 പേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ഛേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. ഉമ്മ, ഞാനൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു, എൻ്റെ പൊന്നുമ്മയാണത് ഉദ്ഘാടനം കഴിക്കേണ്ടത്. എനിക്ക് ലോകത്ത് മറ്റാരേക്കാൾ എൻ്റെ ഉമ്മ അത് ഉദ്ഘാടനം കഴിക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മൊയ്ലിയരെ അതിൽ ഇത്ര തെറ്റ്? ഇനി 24 നമ്മൾ നോക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ മറക്കണ്ട ഹദീസ് എത്രത്തോളം എന്നുള്ളത്. ഇയാൾ പറഞ്ഞത് വെറും ബട്ടായിയാണ്, ബ്ലണ്ടറാണ്, പൊട്ടപ്പോയത്താണ്, വിവരക്കേടാണെന്നുള്ളത് 2 ഹദീസ് കൂടെ പറയുന്ന കൊടുക്കുന്ന തീരുമാനമാവും. നോക്കാം. 17-ാം അധ്യായം അൽ ഇസ്രാ 24 പറയുന്നു, അതായത് നേരത്തെ ആയത്തിൻ്റെ തുടർച്ചയാണ്. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും 12 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് ഇൻഷാ അല്ലാഹ് നോക്കാം. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ ആയത്തോതിക്കോളി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നില്ലേ, മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന. ആ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടില്ല. ഗർവവും അഹങ്കാരവും മാറ്റിവെച്ച് അത്യന്തം വിനയത്തോടു കൂടിയായിരിക്കണം മാതാപിതാക്കളോട് പെരുമാറുന്നതെന്നർത്ഥം. ശരി, ഇനി നമുക്ക് ഹദീസിൽ എന്താണ് ഉമ്മയുടെ സ്ഥാനം എന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി, വിളിച്ചു പറയുന്നും വേണ്ട, അത് ഞാൻ ചെയ്തോളാം. മാതാവിന് നൽകുന്ന പരിഗണന അതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിട്ട് വന്നതാണ്. ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് റസൂലുള്ള പറയുന്ന മറുപടി, ആ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്.
അത് സഹീൽ ബുഖാരിയിലുണ്ട്, സഹീൽ മുസ്ലിമിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇബ്നു ഉമർ മുഹമ്മദ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. മാതാവിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് മൊയ്ലിയാരിക്ക് അറിയില്ലെങ്കിൽ കേട്ടോ, ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. നബി തിരുമേനിയോട് ഒരാൾ ചോദിച്ചു, എൻ്റെ സേവനത്തിനും അർഹതയ്ക്കും ഏറ്റവും മുൻഗണന അർഹിക്കുന്നത് ആരാണ്? അപ്പോൾ നബി മറുപടി നൽകി, നിൻ്റെ ഉമ്മ. ഇത് നിങ്ങൾ വയലിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. ഈ മൊയ്ലിയാക്കന്മാരനെ വയൽ പറഞ്ഞിട്ട് പൈസ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് പറയലുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഉമ്മാനെ കുറ്റം പറയും. അയാൾ വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? നബി പറഞ്ഞു, നിൻ്റെ ഉമ്മ. രണ്ടാമത് ഉമ്മയാണ്. മൂന്നാം തവണയും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ നബി മറുപടി നൽകി, നിൻ്റെ ഉമ്മ. അപ്പോൾ 1 ഉമ്മ, 2 ഉമ്മ, മൂന്നും ഉമ്മുക്ക എന്ന് തന്നെയാണ് പ്രവാചകർ പറഞ്ഞത്. അല്ലാണ്ട് 1 തങ്ങള്, 2 ഉസ്തു, 3 മുക്രി, 4 മൊല്ല അല്ല. ഈ 3ഉം പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഉമ്മ എന്നാണ്, നിൻ്റെ ഉമ്മ എന്നാണ്. ഇനി നാലാമത്തെ ചോദിച്ചത് നോക്കാം. 4ാമത്തെ തവണയാണ് നബി പറഞ്ഞത്. 4ാമതും ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, നിൻ്റെ പിതാവാണ്. അപ്പോഴും തങ്ങളും ഉസ്തു ഒന്നും വന്നിട്ടില്ല. ഉസ്താനെ. ഈ ഹദീസ് മാതാവിന് നൽകുന്ന അത്യുന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. അബൂ ഹുറൈറയിൽ നിന്ന് ഈ ഹദീസ് സ്വഹീൽ ബുഖാരിയിൽ 5971 സ്വഹീഹ് മുസ്ലിമിൽ 2548 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാതാവിൻ്റെ സ്ഥാനത്തെ എത്രത്തോളം ഉയരത്തിലാണ് കാണിക്കുന്നതെന്ന് ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ ഹദീസിൻ്റെ സനദ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹ് ഗ്രന്ഥങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുത്തഫഖുൻ അലൈഹി. ഗുദവി, താങ്കൾ ഇതൊന്നും കണ്ടില്ല. അതാണ് ഞങ്ങൾ തർക്കിക്കാനും പണം വാരിക്കൂട്ടാനും കുറേ കിതാബ് ഓതി പഠിച്ചില്ല. ഇത് കുസുമാത്തുകൾ, ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത കിതാബുകൾ ഞങ്ങൾ ഓതി പഠിച്ചില്ല. അള്ളാൻ്റെ കലാം ഓതി പഠിച്ചു, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ഓതി പഠിച്ചു. അതുകൊണ്ട് ഇതുപോലെ തനതെടുത്ത ബിരുദെടുത്ത നിങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട അവസ്ഥയായി. ഞങ്ങളൊക്കെ ഒരു കഷ്ടപ്പാടേ വല്ലാത്ത മതി. പ്രധാനമായും വിശ്വസ്തരായ നിവേദകരാണ് ഈ പരമ്പരയിൽ വരുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം കൂടി ഒന്ന് വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വിടരുന്നുണ്ട് കേട്ടോ, സ്ക്രീൻഷോട്ട് അടിച്ചോളി. ഒരു മനുഷ്യൻ അവൻ്റെ കാര്യത്തിൽ അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ 3 തവണയും പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മുക്ക, പിന്നെ അബുക്ക പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് നീണ്ടുപോയി. ഇനി ഒരു ഹദീസും കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഹദീസ് ഏതാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പം നമുക്ക് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ എത്രാമത്തെ ഹദീസാണ് എന്നൊന്ന് പറഞ്ഞു തരൂ. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന ഹദീസ് വിവിധ ഗ്രന്ഥങ്ങളിൽ പല രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സുനൻ ഇബ്നു മാജയിൽ ഇത് ഒരു ഹദീസായി കാണാം. ഇമാം ഹാക്കിം ഇത് സ്വഹീഹ് ആധികാരികം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാതൃത്വത്തിന്റെ മഹത്വവും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് ഈ ഹദീസ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഗ്രന്ഥത്തിലെ ഹദീസാണോ വേണ്ടത്? എന്ന ഉമ്മയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഒന്നിതാണ്. അതവിടെ നിൽക്കട്ടെ. നേരത്തെ ഒരു സ്വഹാബി പ്രവാചകനോട് വന്ന് ചോദിക്കുന്ന 3 പ്രാവശ്യവും ഉമ്മുക്ക എന്ന് പറയുകയും 1 പ്രാവശ്യം അബു എന്ന് അല്ലെങ്കിൽ വാപ്പ പിതാവ് എന്ന് പറയുകയും ചെയ്യുന്ന ആ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും നല്ല സ്വത്ത് തന്റെ മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി അവൻ ചെലവഴിക്കുന്ന ധനമാണ്. ഈ ഹദീസ് മാതാപിതാക്കളോടുള്ള കടമകളുടെയും അവരെ പരിപാലിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഹദീസ് കൂടി വന്നപ്പോൾ ഹുദവി ഖുദാഖബയായി. സംശയമൊന്നുമില്ല. കാര്യം മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുന്ന ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രവാചകർ എടുത്തു പറഞ്ഞ ഒരു ഹദീസാണ് അവിടെ കാണിച്ചത്. ഏതായാലും ആ ഹദീസ് ഏത് ഗ്രന്ഥത്തിൽ എത്രാം ഹദീസാണെന്നുള്ളത് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, അത് ഏത് ഗ്രന്ഥത്തിലാണ്, എത്രാമത്തെ ഹദീസാണ്, ആരാണ് റിവായത്ത് ചെയ്തത്?
ഈ ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് നമ്പർ കൃത്യമായി പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല, കാരണം മുസ്നദിലെ ഹദീസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അബൂ ഹുറൈറയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തത്. താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? ഓക്കെ, മുസ്നദ് അഹമ്മദിലുള്ള ഹദീസാണ്, ഹദീസ് നമ്പർ കിട്ടിയിട്ടില്ല. ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ അറബ് വാക്കുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിക്ക് തേങ്ങറിന പോലെ ഉച്ചരിച്ചുകൊണ്ട് കുറേ കിതാബിൽ നിന്ന് അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയുകയാണെങ്കിൽ അതൊക്കെ ദീനാണ്, ഇസ്ലാമാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഉമ്മയ്ക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഉമ്മനെയും കൊണ്ട് പറ്റില്ല എന്നൊന്നുമില്ല. പിന്നെ തങ്ങളെയോ ഉസ്താനെയോ തന്നെ കൊണ്ടുവരണം അങ്ങനെയില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യം ബിസ്മി ചൊല്ലി തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ആരെ കൊണ്ടുവരണം ആരെ പറ്റൂല എന്നും പറഞ്ഞിട്ടില്ല. ഉമ്മക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മറ്റൊരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അയാൾക്കാണ് അത് എന്ത് ചെയ്യണം എങ്ങനെ തുറക്കണം എന്നുള്ള അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം. ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് ഒരു നിഷിദ്ധമായൊരു കാര്യമാണ് എന്നോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക സുന്നത്താണ് എന്നോ രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ അല്ലേ അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ അവരൊക്കെ വിട്ടുകൊടുക്കും വൈലിയരെ. ഇതുപോലെ വിവരക്കേടും പറഞ്ഞുകൊണ്ട് നടക്കാതെ. പ്രിയമുള്ളവരെ ക്ഷമിക്കുക, ഇത് ഇങ്ങനെയൊന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അറിയിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.